ചെയ്യുന്ന കൃത്യങ്ങളും നാം ചെയ്യുന്ന പാപ സ്വഭാവങ്ങളും ആരോടാ ചെയ്യുന്നത്? ദൈവത്തോടാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ഇളയപുത്രൻ ദൈവസന്നിധിയിൽ പറയുകയാണ്, സ്വർഗത്തോടും നിന്നോടും. ഹല്ലേലൂയ. വിശുദ്ധമായ സ്വർഗത്തോടും സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തോടും ഞാൻ പാപം ചെയ്തു. ഇവിടെ ആ വാക്കിന്റെ അർത്ഥം, യേശു പറയുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം, നാം നിരപ്പിക്കപ്പെടേണ്ടത്, നമുക്ക് നിരപ്പ് കിട്ടേണ്ടത് സ്വർഗത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. തമ്മിൽ പോലും ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ല എങ്കിൽ നിരപ്പിക്കും. ആമേൻ. തമ്മിൽ പോലും നാം കോപവും ഈർഷ്യയും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് നിരപ്പ് ലഭിക്കുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കും. നമ്മുടെ ഹൃദയത്തിനകത്ത് ആരോടെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാതെ ഉണ്ടെങ്കിൽ ഈർഷ്യ പുറപ്പെടും. വാക്കുകൾക്കെതിരെ നമ്മൾ ചാടിക്കടിക്കും, പുറപ്പെടും. ഇതെല്ലാം തന്നെ സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിലുകളെ അടച്ചുകളയും. ഇവിടെ ദൈവപുത്രൻ ആ പന്തിക്കുഴിയിൽ കിടന്നുകൊണ്ട് അവന്റെ ഹൃദയം നിഷ്കളങ്കതയോട് തന്നെ പറയാണ്, ഞാൻ സ്വർഗത്തോടും സ്വർഗത്തിൽ വസിക്കുന്ന എന്റെ പിതാവിനോടും. ഹല്ലേലൂയ. എന്റെ പ്രവൃത്തികളെല്ലാം, ഞാൻ ചെയ്ത വ്യഭിചാരമാകട്ടെ, ഞാൻ ഓടി നടന്ന് മദ്യപിച്ചതാകട്ടെ, ഞാൻ ഈ കൂട്ടുകാരോടൊത്ത് കറങ്ങി നടന്നതാകട്ടെ, എന്റെ സമ്പത്തെല്ലാം ഒഴുകി പോകുമ്പോഴും, ഞാനതിന് ദുർവ്യയം ചെയ്യുമ്പോഴും, എനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ ഞാൻ അകന്നു പോയപ്പോഴും, എത്ര ദൂരം ഞാൻ അകന്നു പോകുമ്പോഴും എനിക്കായി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്, എനിക്കായി കാത്തിരിക്കുന്ന ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിനകത്ത് ഒരു പിതാവുണ്ട്. ആ പിതാവിന് എന്റെ സങ്കടങ്ങളെ അറിയാൻ സാധിക്കും. ഹല്ലേലൂയ. അവന്റെ ഉള്ളം കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പാപം ചെയ്തു. ഹല്ലേലൂയ. ഒരു സഭ പ്രാർത്ഥിക്കേണ്ടതാണ്, ദൈവമേ, പലപ്പോഴും ഞാൻ പാപം ചെയ്യുന്നത് നിന്നോടാണ്. 32-ാം സങ്കീർത്തനം പറയുന്നു, ലംഘനം ക്ഷമിച്ചു പാപം മറച്ചു കിട്ടിയവൻ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ, ആത്മാവ് ദേഹിയിലാണ്, ദേഹിയിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ എന്റെ പാപം മറച്ചു വെച്ചു. ഞാൻ നിന്നോട് സംസാരിക്കാതിരുന്നപ്പോൾ അതിന്റെ അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടാക്കി. ഞാൻ എന്റെ പാപത്തെ ചുമന്നുകൊണ്ട് നടന്നപ്പോൾ വില കൊടുക്കണം. ഞാൻ ദൈവസന്നിധി ഈ പാപങ്ങളെ ഇറക്കി വെക്കാൻ ഞാനൊരു മനസ്സ് വയ്ക്കണം. ഹല്ലേലൂയ. ഇതിന് ഞാനൊരു വില കൊടുത്തേ മതിയാകും. ക്ഷമിക്കുവാൻ ഞാനൊരു വില കൊടുത്തേ മതിയാകും. ഞാനൊന്ന് താഴ്വാൻ, മുഴങ്കാൽ മടക്കാൻ, ഒന്ന് പാടെ വീഴുവാൻ, മരിച്ചവനെ പോലെ അവന്റെ മുമ്പാകെ വീഴുവാൻ ഞാൻ എന്നെ താഴ്ത്തിയേ മതിയാകും. ഞാൻ എന്നെ താഴ്ത്തി കൊടുത്തേ മതിയാകും. ഹല്ലേലൂയ. സംഭവിക്കുമ്പോഴാണ്, ചെയ്യുമ്പോഴാണ് സ്വർഗ്ഗം എഴുന്നേൽക്കുന്നത്. ആമേൻ. ആമേൻ. ഞാൻ താഴേക്ക് വീഴുമ്പോൾ അവൻ എനിക്കായി എഴുന്നേൽക്കും. എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ അവൻ എഴുന്നേൽക്കും. ഇതോട് സഭാശ്രദ്ധയോടും ജാഗ്രതയോടും കേട്ടുകൊള്ളണം, ഗ്രഹിച്ചുകൊള്ളണം. എന്നെ നന്നായി അറിയുന്ന എന്റെ ദൈവം ഞാൻ ഇങ്ങനെ തകർന്നു പോകാനോ, ഞാൻ ഇങ്ങനെ ഉടഞ്ഞവനെ പോലെ അലഞ്ഞു നടക്കുന്നവനെ പോലെ ആകുവാനോ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്റെ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അവൻ എന്നെ പൊസിഷൻ ചെയ്തെടുത്ത് തന്നെ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ ഇരിക്കുന്ന ഇടത്ത് തന്നെ എന്നെ കാണുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ അവന്റെ വലതുഭാഗത്ത് ഇരിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. അവനോട് കൂടെ ഇരിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. അല്പകാലം കഴിയുമ്പോൾ ഈ ഭൂമിയുടെ വാസവും കഴിഞ്ഞ്, ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്ന കാലവും കഴിഞ്ഞ് നാം വിട്ടുപോകും. അല്പകാലം നമ്മൾ കഴിഞ്ഞ് നമ്മുടെ ദേഹം ക്ഷയിക്കും, നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും, നമ്മുടെ മുടികൾ നരയ്ക്കും. നാം എത്ര ഡൈ ചെയ്ത് വെച്ചാലും, നാം എത്ര ഒതുക്കി വെച്ചാലും, നാം എത്ര ചെയ്യി വെച്ചാലും അത് വെളിവായി തന്നെ വരും. വീണ്ടും ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും, എന്റെ ശരീരം ക്ഷയിക്കുന്നു, എന്റെ ശരീരത്തിനകത്ത് വിള്ളലുകൾ വീഴുന്നു, എന്റെ സ്വപ്നങ്ങൾക്ക് മങ്ങലേക്കും കേൾക്കുന്നു, ഞാൻ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. പഴയതുപോലെ എനിക്ക് ഓടാനാകുന്നില്ല, പഴയതുപോലെ ചാടാനാകുന്നില്ല. ഈ സത്യം അല്പാൽപമായി മനുഷ്യൻ അറിയും. അവനൊരു കാലം കഴിഞ്ഞ് അവൻ ഈ ഭൂമിയിൽ നിന്ന് വേർപെടേണ്ടവനത്രേ. അതുകൊണ്ട് യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടികർത്താവിനെ നീ ഓർത്തുകൊള്ളണം, നീ അവന് കീഴടങ്ങിക്കൊള്ളണം. ഹല്ലേലൂയ. ദൈവത്തെ കാണുവാനല്ലാതെ അവന്റെ സന്നിധിയിൽ എത്താൻ കൊതിക്കുന്ന ഒരു മകൻ ഇങ്ങനെ പറയണം, അപ്പാ എന്റെ പാപപ്രവൃത്തികളൊക്കെ എന്റെ ജനത്തിന്റെ പ്രവൃത്തികളാണ്, എന്റെ ദേഹിയുടെ മേൽ വ്യാപരിക്കുന്ന പ്രവൃത്തികളാണ്, എന്റെ ദേഹിയുടെ മേൽ, എന്റെ ആത്മാവിന്റെ മേൽ, എന്റെ അകത്ത് കിടക്കുന്ന ഈ അടിമമുഖങ്ങൾ, അടിമമുഖത്തിൽ അതൊരു ക്യാരക്ടറാണ്. പിശാച് നിക്ഷേപിച്ചിരിക്കുന്ന അടിമമുഖം. അവിടെ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിലും, അവന്റെ രാജ്യത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിലും എന്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്നില്ല, എന്റെ
എന്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരാത്തതിന്റെ കാരണം ഞാൻ ആ അടിമത്തെ ഇഷ്ടപ്പെടുന്നു. ഞാൻ അവന്റെ സ്വഭാവങ്ങളെ എവിടെ സൂക്ഷിക്കുന്നു? എന്റെ ദേഹിയിൽ സൂക്ഷിക്കുന്നു. അവൻ ഇഷ്ടമുള്ളിടത്ത് പോഴൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ തക്കവണ്ണം ഞാൻ അനുതാപം കൂടാതെ നടക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ ഓർത്തെനിക്ക് സങ്കടമില്ല. ഞാൻ ചെയ്യുന്ന പാപപ്രവൃത്തികളെ ഓർത്ത് എനിക്കൊരു വ്യസനമില്ല. എന്നിൽ കോപം വെളിപ്പെടുന്നതിനെ കുറിച്ച് എനിക്കൊരു ഭാരമില്ല. എന്റെ നാവ് പാപം ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പുകഴുന്നു. ഞാൻ വീറോടെ വാദിക്കുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ശരിയെന്ന് ഞാൻ എണ്ണുന്നു. എന്റെ വഴി സുഖമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ വഴിയെ തിരഞ്ഞെടുത്ത് നടക്കുന്നു. മനുഷ്യ, നിന്റെ വഴി നിനക്ക് നല്ലതെന്ന് തോന്നുന്നു, അതിന്റെ അവസാനം നാശകരമത്രേ. എന്നാൽ ദൈവത്തിന്റെ വഴിയോ കാഴ്ചയ്ക്ക് നിനക്ക് ആദ്യം യോഗ്യത തോന്നത്തില്ല, എന്നാലോ അത് പിന്നത്തേതിൽ വിശാലമായി മാറും. മനഃപൂർവ്വമായി സമാധാനം ഉണ്ടാക്കുന്നവൻ, മനഃപൂർവ്വമായി പാവങ്ങളെ ഏറ്റുപറയുന്നവൻ, ദൈവസന്നിധിയിൽ അനുഗമിക്കുന്നവൻ, യേശുവിന്റെ രക്തത്തെ വീണ്ടും വീണ്ടും ചവിട്ടാത്തവൻ. കർത്താവ് പറഞ്ഞു, നിന്റെ ഒരു ചെകിട് അടിക്കുന്നവന് മറ്റേ ചെകിടും കൂടി കാണിച്ചു കൊടുക്കാൻ കർത്താവ് പറയുന്നതിന്റെ കാരണം, കർത്താവ് ഇത്രമേ ഭാരമാണോ നീ എന്റെ മേൽ കെട്ടിവെക്കുന്നതെന്നല്ല. എന്നോട് വാദിക്കുന്നവരോടും തർക്കിക്കുന്നവരോടും നീ തിരിച്ച് അടിക്കാൻ പോകാതെ നിന്റെ കർത്താവിനോട് നിന്റെ സങ്കടങ്ങൾ ഏറ്റു പറയുക. നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്റെ വ്യസന കാരണമായ കാര്യങ്ങളെ ഏറ്റു പറയുക. അപ്പൊ കേട്ടോ, അവരെന്നെ വാദിക്കുന്നത് കേട്ടോ, നിന്റെ ദൈവം എവിടെയെന്ന് അവർ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ കർത്താവ് പറയും, എന്റെ ആത്മാവേ, നീ എനിക്കുള്ളത്, നിന്നെ കുറിച്ച് എനിക്ക് വിചാരമില്ലയോ? ഞാൻ നീ ഒന്ന് കീഴടങ്ങിയ നിന്റെ വീടിനകത്ത്, നിന്റെ ശരീരത്തിനകത്ത്, നിന്റെ ജീവന്റെ അകത്ത് ഞാൻ പ്രവേശിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ വിടുവിക്കും. ഞാൻ നിന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. നാലാം കാണുക, ശത്രു കാണുക, അവന്റെ മുമ്പാകെ മേശയൊരുക്കി ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്റെ ദൈവമെന്ന് ഇതിൽ പ്രഖ്യാപിക്കും. അതുകൊണ്ട് നമ്മൾ പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പോഴൊക്കെ ജാതികൾ യഹോവയെ ഭയപ്പെട്ടു, എബ്രായ ജനതയെ ഭയപ്പെട്ടു. ഇന്നും ഇസ്രായേലിനെ ഭയപ്പെടാനുള്ള കാരണം ദൈവമാണ്. ഹല്ലേലൂയ. എത്ര വലിയ ശക്തിയും അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ ഭയക്കുന്നത് ഈ ദൈവത്തെയാണ്. ഹല്ലേലൂയ. അങ്ങോട്ട് കയറാൻ പറ്റാതെ തടയുന്ന ഒരു അദൃശ്യമായ ഒരു സാന്നിധ്യം, തന്റെ ജനത്തിനു വേണ്ടി വ്യാപരിക്കുന്ന ഒരു സാന്നിധ്യം, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു സാന്നിധ്യം, താൻ വേർതിരിച്ചവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സാന്നിധ്യം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളിൽ കിടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ചെറിയ ചെറിയ ജയങ്ങൾക്ക് വേണ്ടി നിത്യതയെ നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് തോന്നുന്നു, ഞാൻ തോറ്റുപോയി, എന്റെ സഹോദരന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയി, എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയി, എന്റെ ബന്ധങ്ങൾക്ക് മുമ്പിൽ ഞാൻ തോറ്റുപോയി, ഭാര്യയുടെ മുമ്പിൽ, എന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഒക്കെ ഞാൻ തോറ്റുപോയി. വളരെ ശ്രദ്ധിക്കുന്നുണ്ട്, തോറ്റുപോയി എന്നൊക്കെ നമുക്ക് തോന്നുന്നത് തോൽവിയല്ല. ദൈവജനം അനുസരിക്കുന്നവൻ തോൽക്കുകയല്ല, ജയിച്ചു വരികയാണ്. ഓരോ ഭാഗത്തും ജയിച്ചു കയറി വരികയാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞ്, ഞാൻ ഒറ്റയ്ക്ക് കൂടിയ പറ്റത്തില്ല, നിന്നാൽ ഞാൻ ഈ മതിലുകൾ ചാടിക്കിടക്കും, നിന്നാൽ ഞാൻ ഈ കോട്ടകൾ ചാടിക്കിടക്കും, നിന്റെ നാമത്താൽ എരിഹോ കോട്ട ഇങ്ങനെ ഭയങ്കരമായി നിൽക്കുമ്പോൾ സമഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന യേശുവായുടെ മുമ്പാകെ സ്വർഗ്ഗത്തിൽ ദൂതൻ ഇറങ്ങി വന്ന് പറയുകയാണ്, നീ 7 വട്ടം കാഹളം നടക്കണം, നീ 7 വട്ടം അതിനെ മൗനമായി ചുറ്റി നടക്കണം. 7-ാം വട്ടം നിന്നോട് ഞാൻ പറയുമ്പോൾ നീ 7 വട്ടം കാഹളം നടക്കണം. അപ്പോൾ ഈ കോട്ട തകർന്നു വീഴും. ഹല്ലേലൂയ. ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ സഭയോട് പറയുന്നു, നിന്റെ അകത്ത് എരിഹോ കോട്ട പോലെ കെട്ടി ഉയർത്തി എഴുന്നേൽക്കത്തില്ല, ജയിക്കത്തില്ല. ഈ പരാജയം, വിശ്വാസ ജീവിതം പരാജയം എന്ന് പറയുന്നതിനകത്ത് യേശു എന്ന നാമം 7 വട്ടം കാഹളം ശക്തിയോടുകൂടെ വിശ്വാസത്തോടെ പറയുക, ഈ കോട്ടകൾ തകരുന്നത് നിന്റെ മുമ്പാകെ തകർന്നു വീഴുന്നത് നീ കാണും. നിന്റെ മുമ്പാകെ നിൽക്കുന്ന ശത്രു മുട്ടുമടക്കുന്നത് നീ കാണും. ഒരിക്കൽ തള്ളി പറഞ്ഞവർ, ഒരിക്കൽ ഉപേക്ഷിച്ചു പറഞ്ഞവർ, ഒരിക്കൽ വേണ്ട എന്ന് പറഞ്ഞവർ, ഒരിക്കൽ നിന്നെ പരിഹസിച്ചവർ നിന്റെ മുമ്പാകെ എന്ന് പറയും, നീയായിരുന്നു ശരി. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കണം, നീയായിരുന്നു ശരി, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിക്കും. ഹല്ലേലൂയ.